നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. നമ്മുടെ IPL ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങൾ പരിശോധിക്കുന്ന സോട്ട് അനാലിസിസ് വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് LSG, MI എന്നീ ടീമുകളെ കുറിച്ചാണ്. നമുക്ക് ആദ്യം LSGയിൽ നിന്ന് തുടങ്ങാം. സോട്ട് അനാലിസിസ് നിങ്ങൾക്കറിയാവുന്ന പോലെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ട്, ശക്തി ദൗർബല്യങ്ങളും നമുക്ക് ചുരുക്കി പറയാം. അതാണ് പരിശോധിക്കുന്നത്. അത് നമ്മൾ LSGയുടെ സ്കോഡ് നോക്കാം. സ്കോഡിലുള്ളത് ബാറ്റേഴ്സായിട്ട് അബ്ദുൽ സമദ്, ആയുഷ് ബദോനി, മാത്യു ബ്രീഡ്സ്കെ, ഹിമ്മത് സിംഗ്, എയ്ഡൻ മൾക്രം, അക്ഷത് രഘുവംശി. വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്ത്, നിക്കോളാസ് പൂറൻ, ജോഷ് ഇംഗ്ലീസ്, മുകുൾ ചൗധരി. ഓൾറൗണ്ടേഴ്സായിട്ട് അർഷിൻ കുൽക്കർണി, വാനിന്ദു അസരംഗ, മിച്ചൽ മാർഷ്, ഷഹബാസ് അഹമ്മദ്. സ്പിന്നേഴ്സായിട്ട് ദിഗ്വേഷ് റാത്തി, M സിദ്ധാർത്ഥ്. ഫാസ്റ്റ് ബൗളേഴ്സായിട്ട് ആകാശ് സിംഗ്, ആവേശ് ഖാൻ, മുഹമ്മദ് ഷാമി, മോസിൻ ഖാൻ, അൻഡ്രിക് നോർക്കിയ, പ്രിൻസ് യാദവ്, അർജുൻ ടെണ്ടുൽക്കർ, മായങ്ക് യാദവ്, നമാൻ തിവാരി. ഇതാണ് അവരുടെ സ്ക്വാഡ്. ഒരു സംശയവുമില്ല, ഇത് ടോപ്പ് ഓർഡർ ഹെവി ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ്. നോക്കുക, എയ്ഡൻ മൾക്രമും അതുപോലെ തന്നെ മിച്ചൽ മാർഷും, പിന്നാലെ വരാൻ അവർക്ക് നിക്കോളാസ് പൂറനുണ്ട്, ഋഷഭ് പന്ത് ഉണ്ട്, ജോഷ് ഇംഗ്ലീസ് ഉണ്ട്. സോ ഇത് ഒരു സംശയവും വേണ്ട, ടോപ്പ് ഓർഡർ ഹെവി ആയിട്ടുള്ളൊരു സ്ക്വാഡാണ്. അത് തന്നെയായിരിക്കും അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു ബാറ്റിംഗ് ഫയർ പവർ ഒന്നുകൂടി എൻഹാൻസ് ചെയ്തു, അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്തു ഈ ഒരു ഓപ്ഷനിൽ എന്ന് പറയാം. 8.6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ജോഷ് ഇംഗ്ലീസിനെ കൊണ്ടുവന്നു. അപ്പം തീർച്ചയായിട്ടും മിഡിൽ ഓർഡറിന് അത് ഗുണം ചെയ്യും. പക്ഷെ അവിടെ ഒരു കൺസേൺ ഉണ്ട്, നമുക്കത് വീക്ക്നെസ്സിൻ്റെ സമയത്ത് പറയാം. then ഇന്ത്യൻ ബാറ്റിംഗ് ഡെപ്ത് തീർച്ചയായിട്ടും അക്ഷത് രഘുവംശി, മുകുൾ ചൗധരി തുടങ്ങിയവരെ കൊണ്ടുവന്നതോടുകൂടി കൂടുതൽ ഓപ്ഷൻസ്, ഡൊമസ്റ്റിക് ഓപ്ഷൻസ് ബാറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ലഭിക്കുകയാണ്. സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വാനിന്ദു ഹസരംഗ വന്നതോടുകൂടി ഒരു സിഗ്നിഫിക്കൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി എന്നു മാത്രമല്ല, അത് അവർക്ക് തീർച്ചയായിട്ടും ബാറ്റിങ്ങിന് കൂടി അദ്ദേഹത്തിൻ്റെ ആ ബാറ്റിംഗ് പവർ കൂടി അവർക്ക് ഗുണം ചെയ്യും. അതാണ് മറ്റൊരു സ്ട്രെങ്ത് എന്ന് പറയാവുന്നത്. പിന്നെ പേസ് അറ്റാക്ക് തീർച്ചയായിട്ടും റോ പേസ് അവിടെയുണ്ട്. ആൻഡ്രിക് നോർക്കിയ ഇപ്പോൾ സ്കോഡിലേക്ക് വന്നു. പിന്നെ ലെഫ്റ്റ് ആം ഓപ്ഷൻ നമാൻ തിവാരി വന്നിട്ടുണ്ട്. അപ്പോൾ ജെന്യൻ ഫാസ്റ്റ് ബൗളിംഗ് പവർ എന്തായാലും അവിടെ ഉണ്ട്. പിന്നെ ഷമിയും അങ്ങനെയുള്ള താരങ്ങളൊക്കെ അവിടെയുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ മൊത്തത്തിൽ ബൗളിംഗ് വളരെ പവർഫുള്ളാണ്. അതുപോലെ തന്നെ ടോപ്പ് ഓർഡർ ഹെവി ആയിട്ടുള്ള ബാറ്റിങ്ങും ഉണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയാവുന്നത്. പക്ഷേ ഇവിടെ കൺസേൺ എന്ന് പറയുന്നത് ഒന്ന് ജോഷ് ഇംഗ്ലീസിൻ്റെ കാര്യം തന്നെയാണ്. അദ്ദേഹം മുഴുവൻ മത്സരങ്ങൾക്കും അവൈലബിൾ ആവില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. അദ്ദേഹം വെഡ്ഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, പേഴ്സണൽ റീസൺ ഉണ്ട്. അദ്ദേഹം 3-4 മത്സരങ്ങൾ മാത്രം കളിക്കും എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അവർക്കൊരു പ്രശ്നമാണ്. ഇത് മാത്രമല്ല, അവർക്ക് ആ ഒരു പ്രൂവൺ ഓവർസീസ് ഫിനിഷർ മിസ്സിങ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മിഡിൽ ഓർഡറിലും ലോവർ മിഡിൽ ഓർഡറിലൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് പ്രധാനമായിട്ടും അവരെ വലക്കാൻ പോകുന്ന കാര്യം. പിന്നെ അവരുടെ ഇന്ത്യൻ പേസ് ബൗളിംഗ് പറഞ്ഞല്ലോ, ആരെയും ഭസ്മമാക്കാൻ കെൽപ്പുള്ള പേസ് ബൗളിംഗ് ഉണ്ടെന്ന് പറയുമ്പോഴും മിക്കവരും ഈ പറയുന്ന പോലെ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ളവരാണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സ്ക്വാഡ് തീർച്ചയായിട്ടും ഒറ്റ നോട്ടത്തിൽ കോമ്പറ്റിറ്റീവ് ആണ്. പക്ഷേ ഫിനിഷിംഗ് ഡെപ്ത് ഒരു കൺസേൺ ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്നു. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെട്ട് എന്ന് പറയാവുന്ന വിഷയമായിട്ടുള്ളത്. നമ്മൾ അടുത്തായിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ സ്ക്വാഡ് ആദ്യം നോക്കാം. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഡാനിഷ് മലേവാർ തുടങ്ങിയ ബാറ്റർമാരുണ്ട്. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് റോബിൻ മിൻസ്, റയാൻ റിക്കിൾട്ടൺ, കിൻഡൻ ഡീകോക്ക്. ഓൾറൗണ്ടേഴ്സായിട്ട് ഷാർദുൽ താക്കൂർ, ഷർഫൻ റുദർഫോർഡ്, കോർബിൻ ബോഷ്, ഹാർദിക് പാണ്ഡ്യ, മിച്ചൽ സാൻഡർ, നമാൻദിർ, രാജ്ബവ, തിലക് വർമ്മ, വിൽ ജാക്സ്, അഥർവ അങ്കുലേക്കർ. പിന്നെ സ്പിന്നേഴ്സായിട്ട് മായങ്ക് മാർക്കണ്ടെ, അല്ല ഗസൻഫർ, രഘു ശർമ്മ, അശ്വിനി കുമാർ, ദീപക് ചാഹർ, ജസ്പ്രീത് ബുംറ, ട്രെൻ ബോൾട്ട്, അതുപോലെ മുഹമ്മദ് ഇസ്ഹർ. തീർച്ചയായിട്ടും ഈ സ്ക്വാഡിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കോർ തന്നെയാണ്. ഇന്ത്യൻ കോർ, അതായത് രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, അതുപോലെ തിലക് വർമ്മ, പിന്നെ ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, ഇവരൊക്കെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നു, അതോടൊപ്പം MIക്ക് വേണ്ടി കളിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സംശയവും വേണ്ട, അത് ടീമിന് കൂടുതൽ ഗുണം ചെയ്യും. അവരുടെ ഒരു ഒത്തൊരു, അപ്പോൾ ഷാർദുൽ താക്കൂറിനെ കൂടി നമുക്ക് ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുണം തീർച്ചയായിട്ടും ഈ ടീമിനുണ്ട്. ഇന്ത്യൻ കോർ തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. പിന്നെ അവർക്ക് വളരെ പരിചിതമായിട്ടുള്ള ചില പേരുകൾ കൂടി ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ QDK കൊണ്ടുവന്നു. QDK കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഓൾറെഡി അവിടെ കളിച്ച് നല്ല പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തെ 1 കോടിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ശക്തി പകരും. അവർ തമ്മിലുള്ളൊരു ഓപ്പണിംഗ് കോമ്പിനേഷൻ QDKയും
രോഹിത്തും ചേർന്നുള്ള ഓപ്പണിംഗ് കോമ്പിനേഷൻ പഴയകാല പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്നൊരു ഫീലിംഗ് എന്തായാലും ആരാധകർക്കിടയിലുണ്ട്. ഡൊമസ്റ്റിക് ബാറ്റിംഗ് ഡെപ്ത് എന്തായാലും അതിശക്തമാണ്. ഡാനിഷ് മലേവാറും മായങ്ക് റാവത്തും കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇന്ത്യൻ കോർ ഓൾറെഡി നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ഇനി അത് വീണ്ടും പറയാത്തത്. പിന്നെ ബൗളിംഗ് വെറൈറ്റി, ഇപ്പോൾ ലെഫ്റ്റ് ആം പേസർ മുഹമ്മദ് ഇസേറിനെ ടീമിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അഥർവ അങ്കോലേക്കറെ ടീമിലേക്ക് കൊണ്ടുവന്നു. ഓൾറെഡി അവിടെ നമുക്കറിയാം മികച്ച ബൗളർമാരുണ്ട്. ഇപ്പോൾ അല്ല ഗസൻഫർ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ പരിക്കൊക്കെ മാറി അദ്ദേഹം പൂർണ്ണ ഫിറ്റാണ്. അല്ല ഗസൻഫർ ഉണ്ട്, പിന്നെ ട്രെൻ ബോൾട്ട് ഉണ്ട്, ജസ്പ്രീത് ബുംറ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബൗളിങ്ങിന് നല്ല ഡെപ്ത് ഉണ്ട്. അപ്പോൾ എംഐയുടെ സ്ക്വാഡ് ശക്തമാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ പവർ. ബാറ്റിങ്ങും പെർഫെക്റ്റ് ആണ്, ബൗളിങ്ങും പെർഫെക്റ്റ് ആണ്. പിന്നെ ടീമിനെ ബാലൻസ് ചെയ്യാൻ ഹാർദിക് പാണ്ഡ്യയെ പോലെയുള്ള ഒരു ഓൾറൗണ്ടറുമുണ്ട്. കൺസേൺ എന്ന് പറയുന്നത് ഇപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗെയിമിൽ ലോവർ ഡൗണിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ക്ലിക്കായില്ലെങ്കിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് അവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതേപോലെയുള്ള ടീമൊക്കെ വെച്ചുകൊണ്ട് കഴിഞ്ഞ തവണയൊക്കെ ഇറങ്ങിയപ്പോഴും അവിടെ ഇവിടെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അല്ല ഇപ്പോഴും ഉണ്ട്. അതിപ്പോൾ എത്ര മറച്ചു വെച്ചാലും അങ്ങനെയാണ്. സൂര്യ ഇന്ത്യൻ T20 ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അതുപോലെ രോഹിത്ത് മുതിർന്ന താരമാണ്. അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് ഇപ്പോഴും അങ്ങ് ശരിയായിട്ടില്ലേ എന്ന തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ട്. അത് തന്നെയാണ് അവരുടെ ഒരു ഇഷ്യൂ ആയിട്ട് എടുത്തു പറയാനുണ്ടെങ്കിൽ ഉള്ളത്. പിന്നെ ഓപ്ഷനിലൊക്കെ ഒരു കൃത്യമായിട്ട് റോൾ ബേസ്ഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില ഗ്യാപ്സ് ഇപ്പോൾ ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ, പ്രത്യേകിച്ച് ബാക്കപ്പ് ആയിട്ട് ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കപ്പായിട്ട് ആര് എന്ന കാര്യങ്ങളിലൊക്കെയാണ് ചില സംശയങ്ങളുള്ളത്. ഈ സ്ക്വാഡിന് എത്ര മാർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചാൽ 10-ൽ 9 മാർക്ക് ഞാൻ കൊടുക്കും. കാരണം ഇതൊരു മികച്ച സ്ക്വാഡാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.